ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കള്ളുഷാപ്പിലൊക്കെ കിട്ടുന്ന ഇടിയിറച്ചി വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തയ്യാറാക്കിയെടുത്താലോ? സാധാരണ പഴയ കാലങ്ങളിലൊക്കെ വളരെ ട്രഡീഷണൽ ആയിട്ടായിരുന്നു ഇടിയിറച്ചി തയ്യാറാക്കിയിരുന്നത്. പച്ചയിറച്ചി നീളത്തിൽ അരിഞ്ഞെടുത്ത് ഉപ്പും മഞ്ഞളും പുരട്ടി നല്ല പുകയിലും വെയിലത്തുമൊക്കെ ഇട്ടുണക്കി ആവശ്യാനുസരണം കുറേശ്ശെയായി ചതച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ഇടിയിറച്ചി തയ്യാറാക്കിയെടുക്കാം. ഇതിനാദ്യം വേണ്ടത് ഇറച്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപ്പും മഞ്ഞൾ, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇടിയിറച്ചി തയ്യാറാക്കുന്നതിന് വേണ്ടി നേരത്തെയോ തലേ ദിവസമോ ഇറച്ചി ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഇടിയിറച്ചി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ തലേ ദിവസം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടുകൊടുത്ത് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഇറച്ചി ഒന്ന് കോരി മാറ്റി വയ്ക്കാം. ചെറിയ ചൂടോടുകൂടി ഒരു ഇടികല്ലിലേക്ക് ഇറച്ചി കുറേശ്ശെയായി ഇട്ടുകൊടുത്ത് ചതച്ചെടുക്കാം.
ഇറച്ചി മുഴുവൻ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഒരു ചീനിച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വന്നാൽ പിന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകവും ചേർത്ത് ചൂടായി കഴിയുമ്പോഴേക്കും ഇടിച്ചു വെച്ചിട്ടുള്ള ഇറച്ചി ചേർത്ത് കൊടുത്ത് നന്നായി തിളക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏറ്റവും ഒടുവിലായി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഇടിയിറച്ചി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക്